മക്കളെ, ഇന്ന് നമുക്ക് രൂരു എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അതിലുള്ള ബാക്കി ആക്ടിവിറ്റി എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. जेब से सिर बाहर निकालने पर രൂരുവിനെ ക്യാ ക്യാ ദേക്കേ ഹോങ്കെ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ജേബ് സേ സിർ ബാഹർ നികാൽനെ പർ. ആ സഞ്ചിയിൽ നിന്നും, അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്ക് ഇട്ട സമയത്ത് രൂരു എന്തൊക്കെ കാഴ്ചകളായിരിക്കാം കണ്ടിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചത്. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ചെഴുതുക. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ട കാഴ്ചകൾ. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ എഴുതുക. ഓക്കെ. പേട് പൗധേ, മരങ്ങളും ചെടികളും, ഫൂൽ പൂക്കൾ, ചിടിയ പക്ഷി, നദി തോട്, നാലേ പറഞ്ഞ തോട്, നദി പറഞ്ഞ നദി തന്നെ, നദികളും തോടുകളും അതുപോലെ തന്നെ മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളും ജാൻവരും മൃഗങ്ങൾ ആദി ദേക്കേ ഹോങ്കെ മുതലായവ കണ്ടിട്ടുണ്ടാകാം. എന്തൊക്കെ കണ്ടിട്ടുണ്ടാകാം എന്ന ചോദ്യത്തിന് ഉത്തരാണ് മരങ്ങൾ, ചെടികൾ, പൂക്കൾ, കിളികൾ, നദി, തോട്, മൃഗങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടാകാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തത് സാത്തി കോ ബുലാന ഔർ മിൽക്കർ ഗോസല ബനാന. കൂട്ടുകാരനെ വിളിക്കുക, രണ്ടു പേരും കൂടെ ചേർന്നിട്ട് കൂട് നിർമ്മിക്കുക. യഹാം ചിടിയാക്ക കോൻസാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? കോൻസാ പറഞ്ഞ ഏത്, പക്ഷിയുടെ ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. मातृप्रेम और दायित्वबोध പ്രകട ഹോത്താ ഹെ. എന്താണ് ഇവിടെ പ്രകടമാകുന്നത്? മാതൃസ്നേഹം. അമ്മക്കിളിയുടെ കുഞ്ഞുങ്ങളാണ് കൂട് തകർന്ന് താഴെ വീണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ അമ്മക്കിളിയുടെ മാതൃസ്നേഹം, കൂട് വീണ്ടും പണിതിട്ട് കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കണം എന്ന അമ്മക്കിളിയുടെ മാതൃസ്നേഹവും ഉത്തരവാദിത്ത ബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹാം രൂരു കെ ചരിത്ര കി കോൻസി വിശേഷത പ്രകട ഹോത്തി ഹെ. ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രൂരു ഒരു മാർഗം കണ്ടെത്തിയില്ലേ? അപ്പോൾ അത് അവിടെയുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ രൂരുവിൻ്റെ സ്വഭാവത്തിലുള്ള ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാക്കുന്നത്? രൂരുവിൻ്റെ സ്വഭാവ സവിശേഷത, എന്ത് സ്വഭാവ സവിശേഷതയാണ് അവിടെ പ്രകടമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. आंसर നോക്കാം. दयालु और समझदारी से सोचने की क्षमता प्रकट होता है. दयालु, दയ, അവരുടെ ആ സങ്കടം, പക്ഷികളൊക്കെ താഴെ വീണ് കിടക്കുന്നു, പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുന്നു അല്ലേ? പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുന്നു. പക്ഷി ആകെ വിഷമിച്ചിട്ട് രണ്ട് പക്ഷികളും കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ അല്ലേ? ആ സങ്കടകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് നമ്മുടെ രൂരുവിന് അവരോട് എന്ത് തോന്നുന്നു? ദയ തോന്നുന്നു. അപ്പം ദയാലു, എന്താണ്? ദയാലു. और समझदारी से सोचने की क्षमता, പിന്നെന്താണ്? മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. സമജ്ദാരി സേ സോച്ചനെ കി ക്ഷമത, ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്.
അവിടെ പ്രകടമാകുന്നു. എന്താണ് രൂരു അവിടെ ചിന്തിച്ച് പ്രവർത്തിച്ചത്? രൂരു പറഞ്ഞു, കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നതുവരെ അവർക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ രൂരുവിൻ്റെ അമ്മയുടെ മടിത്തട്ട്, ആ സഞ്ചി അല്ലേ, അത് തന്നെയാണ് അവർക്ക് സുരക്ഷിത സ്ഥാനമായിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു എന്താ പറയുക, വളരെയധികം ചിന്തിച്ച് പ്രവർത്തിച്ചു അവിടെ ആര്? രൂരു അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദയാലു और समझदारी से सोचने की क्षमता प्रकट होता है. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നീളത്തിൽ വലിയൊരു ഉത്തരമായിട്ട് പോയിട്ടുണ്ട്. അതേ മീനിങ് വരുന്നത് തന്നെയാണ് താഴെയും ഉള്ളത്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത് രണ്ടും. ഇതും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്, ഇതും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണം പഠിക്കണ്ട, ഒരാൾ രണ്ടെണ്ണം പഠിക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ പറ്റുന്നത്, സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതും അതിൻ്റെ ആൻസർ തന്നെയാണ് കേട്ടോ. ദയാലു ഓർ സുഞ്ചാവ് പ്രകട് ഹോത്താ ഹേ. നേരത്തെ പറഞ്ഞ ദയാലു, ദയും അതുപോലെ തന്നെ സുഞ്ചാവ് നിർദ്ദേശിക്കാനുള്ള കഴിവ്. സുഞ്ചാവ് പറഞ്ഞ എന്താണ്? നിർദ്ദേശിക്കാനുള്ള കഴിവ്. ദയും അതുപോലെ തന്നെ നിർദ്ദേശിക്കാനുള്ള കഴിവുമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതാണോ പഠിക്കുക സിമ്പിളെങ്കിൽ അത് പഠിക്കുക, അതല്ല ഇതാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആക്ടിവിറ്റിയാണ്. കിസ്നെ കഹ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ് കേട്ടോ അത്. ടെസ്റ്റിൽ തന്നെ ചെയ്യാനുള്ള വർക്കാണ്. കിസ്നെ കഹ. കിസ്നെ കഹ പറഞ്ഞാൽ ആരാണ് പറഞ്ഞത്, ആര് പറഞ്ഞു. ഇവിടെ ചിടിയ എന്തോ പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ ദാ രൂരു പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് എന്തോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രൂരു ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? സഞ്ചിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോഴും അവിടെ എന്തോ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈ മൂന്നെണ്ണം ഇവിടെ തന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടേക്ക് എഴുതേണ്ടത്. ഈ മൂന്ന് സ്പേസിലേക്കും യോജിച്ചതെടുത്തിട്ട് എഴുതാം. മേരാ കോയി ദോസ്ത് നഹീം, അതാണ് ഒന്നാമത്തത്. മേരാ കോയി ദോസ്ത് നഹീം, അതെവിടേക്കാണ് നമ്മൾ എഴുതുക? ഇവിടെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഇവിടേക്ക് എഴുതാൻ പറ്റുമോ? ഇവിടേക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. തല പുറത്തേക്ക് ഇടുന്നതിൻ്റെ മുമ്പെയാണ് പറയണത് അല്ലേ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലയെന്ന്. അപ്പോൾ തല പുറത്തേക്ക് ഇടുന്നതിന് മുമ്പേയുള്ള ചിത്രം അതല്ലേ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കങ്കാരു, കുഞ്ഞു കങ്കാരു, അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിലിരുന്നുകൊണ്ട് പറയണ കാര്യമാണ് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന്. കണ്ടോ? അപ്പം നമ്മൾ അവിടേക്ക് അത് എഴുതി. ഇനി രണ്ടാമത്തത് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ്? തല പുറത്തേക്ക് ഇട്ടപ്പോൾ അല്ലേ. തല പുറത്തേക്ക് ഇട്ടു, മകനെ നിനക്ക് പുറത്ത് വരാൻ സമയമായി, പുറത്തേക്ക് ഇറങ്ങി വരൂ, പുറത്ത് വന്നിട്ട് നീ എന്ത് ചെയ്യൂ? നിനക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞില്ല അമ്മ. അപ്പം അത് തല പുറത്തേക്ക് ഇട്ടതിന് ശേഷമാണ്. അപ്പം ഇത് നമ്മൾ അവിടേക്കാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് മേരാ ഗോൺസ്ല ബിഗർ ഗയാ, എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറഞ്ഞത് ആരാണ്? എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറഞ്ഞത് നമ്മുടെ പക്ഷിക്കുഞ്ഞാണല്ലേ. അമ്മ പക്ഷി, സോറി, പക്ഷി കുഞ്ഞല്ല, അതാ ഈ പക്ഷിയാണെന്ന് പറയുന്നത് എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറയുന്നത് ചീടിയ അല്ലേ. അപ്പം നമ്മൾ 3 ആൻസറും കണ്ടെത്തി. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അമ്മാക്കെ പാസ് പഹോഞ്ചായേം ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അമ്മമാരാണല്ലേ ഇവിടെ കാണുന്നതൊക്കെ അമ്മമാരാണ്. ഈ അമ്മമാരുടെ അടുത്തേക്ക് താഴെ ഇവിടെ മക്കളുണ്ട്, ഇവരുടെയൊക്കെ മക്കളുണ്ട്. ഇവരുടെയൊക്കെ മക്കളെ നമ്മൾ എവിടെ എത്തിക്കണം? അമ്മമാരുടെ അരികിലെത്തിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് പൂച്ചക്കുഞ്ഞാണല്ലേ, അതിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? പൂച്ചയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അതാ പൂച്ചയുടെ അരികിലേക്ക് ഇതുപോലെ കൊണ്ടുപോവുക. ഇതിൽ വരച്ചതുപോലെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് ഇതാ ചൂസ, കോഴിക്കുഞ്ഞാണ്. കോഴിക്കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, കോഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. കോഴിയുടെ അടുത്തേക്ക് നമ്മൾ കോഴിക്കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകണം? കോഴിക്കുഞ്ഞിനെ കോഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതാ കോഴിക്കുഞ്ഞും കോഴിയും. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട് രൂരു അല്ലേ. രൂരുവിനെ അമ്മയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്, കങ്കാരുവിൻ്റെ അടുത്ത്. ഇനി നമ്മുടെ ഇവിടെ ബാക്കിയായിരിക്കുന്നത് ആരാണ്? പട്ടിക്കുഞ്ഞാണ് അല്ലേ. പട്ടിക്കുഞ്ഞിനെ എന്ത് ചെയ്യണം? നമുക്ക് അമ്മയുടെ അടുത്ത് എത്തിക്കണം.
ഇനി ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ നോക്കൂ. പിള്ള, പിള്ള ആരാണ്? പട്ടിക്കുഞ്ഞിനാണ് പിള്ള പറയുക അല്ലേ. അപ്പോൾ ഇങ്ങനെയല്ല വരയ്ക്കുക. അതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ നടുക്കിൽ ഇതായി കങ്കാരു എന്ന് എഴുതിയത് പോലെ നിങ്ങൾ ഇതിൻ്റെ നടുക്കിൽ എന്തെഴുതണം? ഇതിൻ്റെ നടുക്കിൽ എന്തെഴുതുക? ഈ ഇവിടെ തന്നിരിക്കുന്ന പേര് എഴുതുക, പിള്ള എന്ന് എഴുതുക. ഓക്കെ, പിള്ള എന്ന് എഴുതി. പിന്നെ അതുപോലെ തന്നെ ബിലൗട്ട, ബിലൗട്ടനെ എവിടേക്ക് എത്തിക്കണം? സോറി, ഇവിടെ കങ്കാരു എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പിള്ള എന്നല്ല എഴുതേണ്ടത്, പിള്ള എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് കുത്ത എന്നാണ് അല്ലേ. നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? കുത്ത എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ബില്ലി എന്ന് എഴുതണം, ബില്ലി. ഇതിന് മുർഗി എന്നും എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോഴിക്ക് പറയുന്ന പേരാണ് മുർഗി. മുർഗി നിങ്ങൾക്കറിയാം, അതിൽ പറയുന്നുണ്ട്, നമ്മൾ സംഭാഷണത്തിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുർഗി എന്നൊക്കെ. ഇനി സംഭാഷണമൊക്കെ വരുന്നുണ്ട്, മുർഗി എന്നൊക്കെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. കോഴിയുടെ കോഴിക്കുഞ്ഞിൻ്റെ അമ്മേൻ്റെ പേരാണ് മുർഗി. 3 എഴുതുക. ഇങ്ങനത്തെ ഗായിക എന്ന് എഴുതുക. ഇങ്ങനെ വള്ളിയിട്ടിട്ട് എന്താ ഓക്കെ, മുർഗി. അടുത്തത് പൂച്ചക്കുഞ്ഞാണ്. പൂച്ചയ്ക്ക് പറയുന്ന പേരാണ് ബില്ലി അല്ലേ. ബില്ലി, ബാ 2 ല എന്ന് എഴുതുക, വള്ളിയിടുക, ബില്ലി. ഓക്കെ, അടുത്തത് ഇത് കുത്തയാണ് അല്ലേ. കുത്ത, കാന്നെഴുതുക, ഊച്ചിന്നിടുക, 2 താന്ന് എഴുതുക, കുത്ത. ഓക്കെ, മൗസ് കൊണ്ട് എഴുതുമ്പോൾ ശരിക്കും കറക്റ്റ് ആവില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പഹ്ചാനേം ക്രമമേം ലിഖേം എന്നാണ്. തിരിച്ചറിഞ്ഞിട്ട് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കഥയിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ. അതിനെന്ത് ചെയ്യണം? ഓർഡറായിട്ട് എഴുതണം. രൂരൂക്ക കോയി ദോസ്ത് നഹീത, രൂരുവിന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, രൂരു പക്ഷിക്ക് പിന്നാലെ പോയി. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജമരകലിയ, അമ്മ പക്ഷി കുഞ്ഞുങ്ങളെ കീശയിൽ വെച്ചു. രൂരു അമ്മിക്ക് ജേബസെ സിർ നികാല, രൂരു അമ്മയുടെ കീശയിൽ നിന്നും തല പുറത്തേക്കിട്ടു. ചിടിയാനെ രൂരു കോ ഗാന സിഖാലിയ, പക്ഷി രൂരുവിന് പാട്ട് പഠിപ്പിച്ചു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേതെ, കുട്ടികൾ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു, വളരെയധികം വിഷമത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ. രൂരു ഏക്ക് കങ്കാരു ക ബച്ചാത, രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് ഇതിൽ ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ എന്താ വരുന്നത്? രൂരു ഏക്ക് കങ്കാരു ക ബച്ചാത എന്നാണ് വരുന്നത് അല്ലേ. രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞായിരുന്നു. രണ്ടാമതോ, ആ കങ്കാരുവിൻ്റെ കുഞ്ഞ് എന്താണ് ചെയ്തത്? രൂരു അമ്മിക്ക് ജേബുസേ സിർ നികാല, അമ്മയുടെ കീശയിൽ നിന്നും തല പുറത്തേക്കിട്ടു അല്ലേ. രണ്ടാമത് ഇതാണ് വരിക. മൂന്നാമത് രൂരു ചിടിയാക്കെ പീച്ചെ ചൽബട, അങ്ങനെ തല പുറത്തേക്കിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് രൂരു പക്ഷിയുടെ പിന്നാലെ പോകുന്നത്. പിന്നെയാണ് ബച്ചെ സെമീൻ പർ ബേഹാൽ പടേതെ, കുട്ടികൾ തറയിൽ കിടക്കുന്നത്. പിന്നെയാണ് അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബുമേ രഗലിയ, പിന്നീടാണ് അമ്മ പക്ഷിക്കുഞ്ഞുങ്ങളെ കീശയിൽ വെക്കുന്നത്. ചിടിയാനെ രൂരുക്കോ ഗാന സിഗാദിയ, ലാസ്റ്റാണ് പക്ഷിക്ക് സന്തോഷമായിട്ട് പാട്ടാരെ പഠിപ്പിക്കുന്നത്? രൂരുവിനെ പാട്ട് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡറായിട്ട് നമ്മൾ എഴുതേണ്ടത്. കണ്ടോ, ഇങ്ങനെയാണ് ഓർഡറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബാച്ചിത്താണ് അടുത്തത്. ബാച്ചിത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം. സംഭാഷണം നിങ്ങളോട് ഇവിടെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഹാത്തിയാണ് ഇവിടെ സംസാരിച്ചത്. ഹാത്തി പറഞ്ഞ ആന സംസാരിക്കുകയാണ്. കങ്കാരു കി ജേബുമേ കൈസാരഹ, കങ്കാരുൻ്റെ കീശ എങ്ങനെയുണ്ടായിരുന്നു? കങ്കാരുൻ്റെ കീശയിലുള്ള താമസം എങ്ങനെയുണ്ടായിരുന്നു? ആ താമസം എന്നാണ് ചോദിക്കുന്നത്. കങ്കാരുൻ്റെ കീശയിൽ കുറച്ച് ദിവസമായിട്ട് ആര് താമസിച്ചു? ചിടിയ അല്ലേ, പക്ഷിക്കുഞ്ഞ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വാർത്താലാപ്
അപ്പൊ പക്ഷി പറയുന്നത് എന്താ? ബഹുത്ത് അച്ഛാ, വളരെ നല്ലതായിരുന്നു. മേണ്ടക് ക്യാ ജേബ് മേ ഡർ നഹി ലഗാ, ആ നിനക്ക് കീശയില് പേടി തോന്നിയോ? ആ കങ്കാരുവിന്റെ സഞ്ചിയിൽ ഇരിക്കുമ്പോ പേടി തോന്നിയോ എന്ന് ചോദിക്കുകയാണ്. നെഹി മസാദ, ഇല്ല രസമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ വലിയ പേടിയൊന്നും തോന്നിയിട്ടില്ല, രസമായിരുന്നു എന്ന് പറയാണ്. ബന്ദർ അമ്മി കൈസീതി, ബന്ദർ ചോദിക്കുകയാണ് അമ്മ എങ്ങനെ? ചിടിയ പറയുന്നു ബഹുത്ത് അച്ഛി, വളരെ നല്ലതായിരുന്നു, നല്ല അമ്മയായിരുന്നു. ആ അമ്മേന്റെ സഞ്ചിയിലാണ് കുറേ ദിവസം കിടന്നത് അല്ലേ? അപ്പം അമ്മേന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അമ്മ എങ്ങനെയായിരുന്നു? അമ്മ വളരെ നല്ലതായിരുന്നു. ബാലു രൂരു കഹാം രഹ, അപ്പൊ ബാലു ചോദിക്കുകയാണ് രൂരു അപ്പൊ എവിടെ താമസിച്ചു? രൂരുവിന് കിടക്കാനുള്ള സഞ്ചിയിലാണല്ലോ ഈ കിളിക്കുഞ്ഞുങ്ങളൊക്കെ കിടന്നത് അല്ലേ? അപ്പൊ ബാലു ചോദിക്കുകയാണ് അപ്പൊ രൂരു എവിടെ താമസിച്ചു? ചിടിയ ജേബ് മെഹി രഹ, അതും സഞ്ചിയിൽ തന്നെ താമസിച്ചു. രൂരും എവിടെ ഉണ്ടായിരുന്നു? ആ സഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ലോമഡി ക്യാ തും ഫിർ ജാവോഗി ജേബ് മേ, ലോമഡി ചോദിക്കുകയാണ് അപ്പൊ നീ ഇനിയും ആ കീശയിലേക്ക് പോകുമോ? നീ അവിടെ താമസിക്കാൻ പോവോ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ചിടിയ നെഹി ജാവോങ്കി, ഇല്ല ഇനി പോവില്ല എന്ന് പറയാണ്. ആര്? പക്ഷി കുഞ്ഞ് പറയാണ് ഇനി പോകുന്നില്ല എന്ന് പറയാണ്. അവ മുർഗി ക്യോം, എന്തുകൊണ്ട്, എന്താ ഇനി പോവാത്തത്? ചിടിയ മേ ഉടനെ ലായക് ഹോത്തി ഹെ, അപ്പൊ എന്താ പറയുന്നത്? മേ ഉടനെ ലായക് ഹോത്തി ഹും എന്നാണ് കേട്ടോ വരിക. മേ വരുമ്പോൾ ഹും എന്നാണ്. അപ്പം എന്താണ്? ഞാൻ പറക്കാൻ പ്രാപ്തയായിരിക്കുന്നു, എനിക്കിനി പറക്കാൻ കഴിയും, പറക്കാൻ കഴിയുന്നത് വരെയേ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടുള്ളൂ അല്ലേ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് എന്തിനു പറ്റും? എനിക്ക് പറക്കാൻ കഴിയും എന്നാര് പറയുന്നു? ചിടിയ പറയാണ്. സബി ജാൻവർ, അപ്പം എല്ലാ മൃഗങ്ങളും കൂടെ പറയുന്നു ടീക് ഹം ജാത്താ ഹെ, അപ്പം എന്താ പറയണത്? ശരി ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അതാണ് ഇവിടെയുള്ള വാർത്താലാപം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലിഖേ ക്യാ ക്യാ ദേഖേ, എന്തൊക്കെയാണ് കണ്ടത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദുനിയാ കിത്തനി ബഡി, കിത്തന സുന്ദർ, കിത്തനെ സാരെ രംഗ്, ആവാസേം കിത്തനി ഖുഷ്ബു അല്ലേ? അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. ലോകം എത്ര മനോഹരം, എത്ര സുന്ദരം, അവിടെ എന്തെല്ലാം നിറങ്ങൾ, എന്തെല്ലാം ശബ്ദങ്ങൾ, എന്തെല്ലാം സുഗന്ധം എന്നൊക്കെ പറഞ്ഞു. ആര്? നമ്മുടെ രൂരു പറയുന്നു. അപ്പൊ രൂരു കണ്ട കാഴ്ച എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഹിന്ദി എഴുതാനാണ് പറഞ്ഞത്. കണ്ടോ പിക്ചറിൽ എന്തൊക്കെയുള്ളത്? മരങ്ങളുണ്ട്, മരത്തിൽ കിളിയുണ്ട്, പിന്നെന്താ തോടുണ്ട് അല്ലേ, ഒഴുകുന്ന തോട്, വീട്, പച്ച നിറഞ്ഞ പ്രകൃതി, പിന്നെന്താണ് സൂര്യൻ അസ്തമിക്കുന്നു, കിളിതാ അല്ല പൂക്കൾ, പൂവാണ്, പൂവിൽ പൂമ്പാറ്റ ഉണ്ട് അല്ലേ, പൂക്കളുണ്ട്, അതുപോലെ തന്നെ മഴ പെയ്യുന്നു, ഇതൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ആസ്മാൻ മേ ബാദൽ ഹേ പാനി ബർസത്താ ഹേ, ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആ മേഘമുണ്ട്, മഴയായിട്ട് പെയ്യുന്നു അല്ലേ, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി നമ്മൾ 2, 4, 5 സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ 5 സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിടിയ പേട് പർ ബൈഠ് കർ ഗാ രഹാ ഹേ, പക്ഷി മരത്തിലിരുന്ന് പാടുന്നു. പക്ഷി മരത്തിലിരുന്ന് പാടുന്നത് ആര് കണ്ടു? നമ്മുടെ രൂരു കണ്ടു. നദി ബഹത്താ ഹേ, നദി ഒഴുകുന്നത് കണ്ടു. പേട് പർ ഗോസല ഹേ, ഗോസല എന്നാണ് കേട്ടാ. പേട് പർ ഗോസല, മരത്തിൽ എന്തുണ്ട്? കിളിക്കൂട്, ഗോസല, ഗോസല അങ്ങനത്തെ ഗായാണ്. പ്രിന്റിങ് മിസ്റ്റേക്ക് വരുന്നതാണ് നമ്മൾ എഴുതുന്ന സമയത്ത്. ഇങ്ങനെയാണ് കേട്ടോ, ഗോംസല. രാവ ഇങ്ങനത്തെ ഗായും ഗോംസല, ഗോംസല. സൂരജ് പഹാഡോം കെ പീച്ചെ ഡൂബ് രഹാ ഹേ, സൂര്യൻ പർവ്വതങ്ങൾക്ക് പിന്നിൽ ഡൂബിന മുങ്ങുക എന്നുള്ള അർത്ഥമാണ്. നദീ കിനാരെ ഹരിയാലി ഹേ, നദീ തീരത്തെന്തുണ്ട്? പച്ചപ്പുണ്ട്. ഇത്രയും ദൃശ്യങ്ങളാണ് നമുക്കവിടെ പിക്ചറിൽ തന്നത്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി എഴുതിയെടുക്കുക. 1, 2, 3, 4, 5 എണ്ണമാണ് നമുക്കവിടെ എഴുതാനുള്ളത്. 5 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എഴുതാനുള്ള ആ സ്പേസിലേക്ക് ഈ 5 എണ്ണം എഴുതാം. 1, 2, 3, 4, 5. ഓക്കെ, ഈ 5 എണ്ണം ആ സ്പേസിലേക്ക് എഴുതിയെടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററാണ് നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ തയ്യാർ കരേം അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റർ. അതിനുള്ള പോസ്റ്റർ വചനം ഇവിടെ എഴുതിയിട്ടുണ്ട്. സാത്ത് ഹേ സുഖ് ആർ ദുഃഖ് മേ, സുഖിൻ്റെ ഗായും അതങ്ങനത്തെ ഗായാണ് കേട്ടോ. സുഖ്
ഇവിടെ തന്നിരിക്കുന്ന ഈ ഗാ തന്നെയാണ് ഇവിടേക്കും വരിക. സാത്ത് ഹേ സുഖ് ഓർ ദുഃഖ് മേ, സുഖത്തിലും ദുഃഖത്തിലും കൂടെയുണ്ട്. ആര്? ഫ്രണ്ട്സ് അല്ലെ. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസിന് നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതെന്ത് ചെയ്യണം? ഇതാ ഇവിടേക്ക് എഴുതിയെടുക്കുക. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്ന് എഴുതിയിട്ട് ഇവിടേക്ക് ആ സെൻറ്റൻസ് എഴുതുക. പിന്നെ അന്താരാഷ്ട്രീയ മിത്രതാ ദിനം എന്നാണ് ആ ഡേറ്റ് കൂടെ എന്ത് ചെയ്യുക? ആ ഡേറ്റും കൂടെ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ ക്ലാസ്. നമ്മളിതിലുള്ള എല്ലാ വർക്കുകളും ചെയ്തു. എല്ലാതും നിങ്ങൾ എങ്ങനെയാണോ എഴുതേണ്ടത്, ടെസ്റ്റിലാണെങ്കിൽ ടെസ്റ്റിൽ, നോട്ടിലാണെങ്കിൽ നോട്ടിൽ, അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് എഴുതിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.